ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ. നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ഇക്കായിലെ അവസാനത്തെ ഭാഗമായ ചലേം എന്ന കഹാനിയാണ്. ഈ കഥ എഴുതിയത് സാരിക ടാക്കൂറാണ്. നമ്മൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ എഴുതിയത് സാരിക ടാക്കൂറാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു കുട്ടിയും ടുക്കു എന്ന് പറയുന്ന കുട്ടിയും അവൻ്റെ അമ്മയും കുറിച്ചുള്ള ഒരു ചെറിയ കഥയാണ്. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്ന ഒരു കഥ തന്നെയാണ്. നോക്കൂ, ചലേം എന്ന് പറഞ്ഞാൽ പോകാം, നമുക്ക് പോകാൻ. രണ്ടുപേരും അവരവരുടെ വണ്ടിയിലാണ്, സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നതാണ് ചലേം, നമുക്ക് പോകാം. टुक्कू कई दिन से സൈക്കിൾ की जिद कर रहा था. ടുക്കു കുറേ ദിവസങ്ങളായിട്ട് സൈക്കിളിന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ और अपने लिए एक स्कूटी खरीद ली. അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ടുക്കുവിന് വേണ്ടി ഒരു സൈക്കിളും അമ്മയ്ക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങി. पर आपको तो स्कूटी चलाना नहीं आता, टुक्कू ने अम्मा से पूछा. ടുക്കു അമ്മയോട് ചോദിച്ചത് എന്താണ്, സൈക്കിളും സ്കൂട്ടിയൊക്കെ വാങ്ങി, അമ്മയ്ക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, തുമേം ബി തോ സൈക്കിൾ ചലാന നഹിയാത്ത, നിനക്കും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ അമ്മാനെ കഹ. അമ്മ പറഞ്ഞു. മേ സീക്കുലൂങ്ക ധീരെ ധീരെ, ടുക്കു പോല. ടുക്കു എന്ത് പറഞ്ഞു, മേ സീക്കുലൂങ്ക, ഞാൻ മനസ്സിലാക്കും, ധീരെ ധീരെ, മെല്ലെ മെല്ലെ ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കും. മേം ഭീ സീക്കുലൂങ്കി ധീരെ ധീരെ, ഞാനും പഠിച്ചെടുക്കും. എങ്ങനെ, മെല്ലെ മെല്ലെ. അമ്മ ഹസ്തേ ഹുയേ പോലെ, മകൻ പറഞ്ഞതിന് അപ്പൊ തന്നെ മറുപടി കൊടുത്തു. നീ മെല്ലെ മെല്ലെ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ പഠിച്ചെടുക്കുമെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓസ് രാത്ത് ദോനോങ്കോ നീന്തിന ആയി, നീന്ത ഉറക്കം. ആ രാത്രിയിൽ, ഉസ് രാത്ത് രാത്രി, ആ രാത്രിയിൽ ദോനോങ്കോ രണ്ടുപേർക്കും നീന്തിന ആയി. നീന്ത് എന്ന് പറഞ്ഞ ഉറക്കം, നഹീം എന്നുള്ള അർത്ഥമാണ്. നീന്തിന ആയി, ഉറക്കം വന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അമ്മയ്ക്കും മകനും ഉറക്കം വരാതിരുന്നത്? അടുത്ത ദിവസം രാവിലെ തന്നെ സൈക്കിള് അല്ലെങ്കിൽ സ്കൂട്ടി എടുത്ത് ഓടിക്കണമെന്ന് ചിന്തിച്ചിട്ടോ, അല്ലെങ്കിൽ ഇതെങ്ങനെ പഠിച്ചെടുക്കും എന്ന് ചിന്തിച്ചിട്ടോ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഉറക്കം വരാതിരുന്നത്, അല്ലേ? അടുത്ത പേജ് നോക്കൂ. സുബഗ് ടുക്കുനെ അപ്പനി സൈക്കിൾ നികാലി അവർ അമ്മാനെ അപ്പനി സ്കൂട്ടി. രാവിലെ തന്നെ ടുക്കു അവന്റെ സൈക്കിൾ എടുത്തു, അമ്മയുടെ സ്കൂട്ടി എടുത്ത് ഓടിക്കാൻ തുടങ്ങി. സ്യാദാ ദൂർ മത് ജാന, അമ്മാനെ ടുക്കു സേ സംചായ, കൂടുതൽ ദൂരം പോകണ്ട അമ്മ ടുക്കുവിനോട് പറഞ്ഞു, അതായത് മനസ്സിലാക്കി. ആപ്പ് ബി സ്യാദാ ദൂർ മത് ജാന, താങ്കളും കൂടുതൽ ദൂരം പോകണ്ട. ടുക്കുവിനെ അമ്മാക്കോ സംചായ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അല്ലേ? ഒരേ സെന്റൻസ് തന്നെ. സ്യാദാ ദൂർ മത് ജാന, കൂടുതൽ ദൂരം പോകരുത്. മത് നഹി, മത് നഹി ജാന, അതായത് കൂടുതൽ ദൂരം പോകും. രണ്ടുപേരും അങ്ങനെ പറയാൻ കാരണം എന്താണ്? അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും കരുതലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കുന്നുണ്ട്. അമ്മ മകനെയും മകൻ അമ്മയെയും, അല്ലേ? ടുക്കുവിനെ പകലെ ആദാ പെടൽ മാരാം. ടുക്കു പകലെ ആദ്യം പകുതി, ആദാ പറഞ്ഞ പകുതി പെടല് ചവിട്ടി. ആദാ പെടൽ മാർത്തെ സീറ്റ് പർ ബൈഠനെ കി കോശിഷ് കി, അതായത് പകുതി പെടല് ചവിട്ടി അവൻ സീറ്റിൽ ഇരിക്കാനുള്ള ശ്രമം ചെയ്തു. पर वैसे ही वो सीट पर बैठा, हैंडल घुमा. അങ്ങനെ അവൻ സീറ്റിൽ ഇരുന്നത് ഹാൻഡിലാണ്, ഹാൻഡൽ ഗുമ, അതായത് ഹാൻഡിൽ തിരിഞ്ഞു. പാവ് പെടൽ തക്ന പഹുഞ്ച, കാല് പെടൽ വരെ എത്തിയില്ല. ബാലൻസ് ബിഗഡ, ബാലൻസ് തെറ്റി, ബാലൻസ് ഇല്ലാതായി. സൈക്കിൾ ടുക്കു ദോനോ ഗിർപ്പടേ ധടാം, സൈക്കിളും ടുക്കും രണ്ടുപേരും എന്ത് ചെയ്തു, നിലത്തേക്ക് വീണു. എങ്ങനെ വീണു? ധടാം. നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്നതല്ലേ?
അല്ലേ? ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ പല പ്രാവശ്യം വീണിട്ടാണ് നമ്മൾ സൈക്കിൾ പഠിച്ചെടുക്കുന്നത്. അടുത്ത പേജ് നോക്കിയേ. ഉധർ അവിടെ അമ്മ സ്കൂട്ടി സീക്രഗീതി. അവിടെ അമ്മ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്കൂട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉനോനെ ഹാൻഡിൽ കോ ദോനോ ഹാത്ത് സെ കസർ കർ ധാമ. എന്താ ചെയ്തത്? അവൾ എന്താ ചെയ്യുന്നത്? രണ്ട് കൈ കൊണ്ടും എന്ത് ചെയ്യുന്നു? കസർക്കർ ധാമ, രണ്ട് കൈ കൊണ്ടും ഹാൻഡിൽ അമർത്തുന്നുണ്ടായിരുന്നു. ബായേങ് ഹാത്ത് സേ. ഏത് കൈയാണ്? ഇടത് കൈ കൊണ്ട് ബ്രേക്ക് ദബായ, ബ്രേക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക് അമർത്തുന്നുണ്ട്. ഇടത് കൈ കൊണ്ട് ബ്രേക്ക് അമർത്തുന്നുണ്ടായിരുന്നു. ദായേങ് ഹാത്ത് സേ, വലത് കൈ കൊണ്ട് ആക്സിലേറ്റർ ഗുമായ, ആക്സിലേറ്റർ തിരിച്ചു. അപ്പൊ ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്തു? ബ്രേക്ക് അമർത്തി, അല്ലേ? വലത് കൈ കൊണ്ട് ആക്സിലേറ്ററും തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കൂട്ടി വഹീം ഖടി രഹീതി. എന്നാൽ സ്കൂട്ടർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഫിർ അമ്മാനെ ബ്രേക്ക് ചോട് ദിയ. അതിനുശേഷം അമ്മ എന്ത് ചെയ്തു? ബ്രേക്ക് ചോട് ദിയ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എടുത്തു. ബ്രേക്ക് ചോടത്തെ ഹി സ്കൂട്ടി ഉച്ചലി. അതായത് ബ്രേക്ക് അങ്ങോട്ട് പിടിച്ചതും ബ്രേക്ക് വിട്ടതും എന്ത് ചെയ്തു? സ്കൂട്ടി ഉച്ചലി, കുതിച്ചു. അവർ പിച്ചലെ പഹിയെ പർ ഖടി ഹോ ഗയി. എന്ത് ചെയ്തു? പിച്ചലെ പഹിയെ പർ ഖടി ഹോ ഗയി. പുറകിലത്തെ ചക്രത്തില് പോയി നിന്നു. അമ്മ സ്കൂട്ടി ദോനോ ഗിരി. അമ്മയും സ്കൂട്ടിയും രണ്ടുപേരും വീണു. തടാ. ആദ്യം മകൻ വീണു, അല്ലേ? ടിക്കുക്കെ സിർ പർ ഗൂമഡ് നിഗലായ. ടിക്കുവിന്റെ സിർ, തലയില് ഗൂമഡ് നിഗലായ, അതായത് മുഴച്ചു വന്നു. വീണതിന്റെ ആഘാതം കൊണ്ട് നമ്മൾ സാധാരണ വീഴുമ്പോൾ മുറിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ തടിച്ചിങ്ങനെ പൊന്തി വരുമ്പോൾ പോലെ, അതുപോലെ ടുക്കുവിന്റെ സിറില്, തലയിൽ അങ്ങനെ ഉണ്ടായി. അമ്മാക്കി കോഹിനി അവർ ചൂട്ടിനെ ചിൽഗയെ. അമ്മയുടെ കോഹിനി എന്ന് പറഞ്ഞാൽ കൈമുട്ടിലും കുടിനെ അവർ കുടിനെ, അതായത് കാൽമുട്ടും ചിൽഗയെ, തൊലി ഉരിഞ്ഞു, തൊലി പോയി. രാത്രിക്കോ ദോനോ ബിസ്തർ പർ ലേട്ടേ ഥേ. അതായത് രാത്രിയിൽ രണ്ടുപേരും ബിസ്തർ എന്ന് പറഞ്ഞ കിടക്കയിൽ കിടക്കുകയായിരുന്നു. അമ്മ ബോലി അഭിനഹീൻ ചലാവൂങ്കി സ്കൂട്ടി ലോഹ് ഹാസ് രഹേദേ മുച്ചേ ഗിർത്താ ദേക്കർ. ഇനി ഞാൻ സ്കൂട്ടർ ഓടിക്കില്ല. കാരണം എന്താണ്? ആൾക്കാർ ഹസ് രഹേദേ, ചിരിക്കുന്നുണ്ടായിരുന്നു. മുച്ചേ ഗിർത്താ ദേക്കർ, അതായത് ഞാൻ വീഴുന്നത് കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ സ്കൂട്ടർ ഓടിക്കില്ല. ഗിർ ഗയേത്തോ ക്യാം, വീണാൽ എന്താണ്? മസാത്തോ ആയ, നല്ല തമാശയല്ലായിരുന്നു എന്ന്. ടുക്കു പോലെ, വീണാൽ എന്താണ്? നല്ല തമാശയല്ലായിരുന്നു എന്ന്. രണ്ടുപേരും വീണു. പക്ഷെ കുട്ടി ചോദിക്കാണ്, വീണാൽ എന്താണ്? അതൊരു തമാശയല്ലേ എന്ന്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ അത് സക്സസ് ആവില്ല. പിന്നെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അത് സക്സസ് ആയിട്ട് മാറുന്നത്. കുട്ടിക്ക് അത് മനസ്സിലാകും. കുട്ടി എന്താ പറയുന്നത്? വീണാൽ എന്താണ്? അതൊരു തമാശയല്ലേ, ഇനിയും നമുക്ക് വീഴാം. അങ്ങനെ പല പ്രാവശ്യം വീഴുമ്പോഴാണ് അത് പഠിച്ചെടുക്കുക. ഗിർ ഗയേത്തോ മസാത്തോ ആയാ, ടുക്കു പോലെ. ടുക്കുന് ഇതൊക്കെ ഒരു തമാശയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അതൊരു വിഷമമായിട്ട് മാറിയിട്ടുണ്ട്. ബാത്ത് തോ സഹി ഹേ, കാര്യം ശരി തന്നെ. ബാത്ത് കാര്യം, സഹി ശരി. ബാത്ത് തോ സഹി ഹേ. സ്കൂട്ടി പർ ബൈഠ്കർ മുझे ലഗാ കി ഹവാ മീൻ തൈർ രഹി ഹൂം. അതായത് സ്കൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നും. എന്താണ്? ഹവാ മീൻ തൈർ രഹി ഹൂം, ഞാൻ കാറ്റില് പറക്കുകയാണോ എന്ന് എനിക്ക് തോന്നും. ദോനോനെ തൈ കിയാ കി ചൽ ഫിർ കോശിഷ് കരേംഗേ. രണ്ടുപേരും തീരുമാനിച്ചു. എന്താണ്? കൽ ഫിർ കോശിഷ് കരേംഗേ, നാളെ വീണ്ടും ശ്രമിക്കാമെന്ന് രണ്ടുപേരും. തൈക്കർണ എന്ന് പറഞ്ഞാൽ തീരുമാനം, തൈർക്കർണ തീരുമാനിക്കുക. ദോനോ ഏക് ദൂസരെ കെ ഗലെ മേം ബാങ്കേ ഡാൽക്കർ സോ ഗയേ. രണ്ടുപേരും എന്ത് ചെയ്തു?
രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങി. അമ്മാനെ സപ്പന ദേക്ക. ആ സമയത്ത് അമ്മ ഒരു സ്വപ്നം കണ്ടു. വോ टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने आ रही है. അമ്മ എന്താ സ്വപ്നം കണ്ടത്? അവളെ ടുക്കുവിനെയും കൊണ്ട് സ്കൂട്ടറിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ വിടാൻ പോകുന്നതാണ് അമ്മ സ്വപ്നം കണ്ടത്. ഉസി വക്ത്, അതേ സമയം, അതേ വക്ത് സമയം, ഉസി വക്ത് ടുക്കു ബി ഏക് സപ്ന ദേഖ് രഹാ താ. അമ്മ സ്വപ്നം കണ്ട അതേ സമയത്ത് ടുക്കു ഒരു സ്വപ്നം കണ്ടിരുന്നു. ഓ അമ്മക്കോ സൈക്കിൾ പർ ബിടാക്കർ. എന്താണ് അവൻ സ്വപ്നം കണ്ടത്? അവൻ അമ്മയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് ബാസാർ ഗുമാ രഹാ ഹേ. ബാസാർ മീൻസ് മാർക്കറ്റിൽ കറങ്ങുന്നതായിട്ട്, അതായത് മാർക്കറ്റിൽ അമ്മയെ കൊണ്ടുപോയതായിട്ടാണ് അവൻ സ്വപ്നം കണ്ടത്. അമ്മ എന്താണ് സപ്പന? അമ്മയുടെ സ്വപ്നം എന്താണ്? टुकू को स्कूटी पर बिठाकर स्कूल छोड़ने जा रही है. അതായത് ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ വിടാൻ പോകുന്നതാണ് അമ്മ സ്വപ്നം കണ്ടത്. മകൻ സ്വപ്നം കണ്ടതോ? അമ്മാക്കോ സൈക്കിൾ പർ ബിടാക്കർ ബാസാർ ഗുമാ രഹാ ഹേ. അമ്മയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് ബാസാറിൽ പോകുന്നതാണ് സ്വപ്നം കണ്ടത് അല്ലേ? അപ്പൊ രണ്ടുപേരുടെ ആഗ്രഹം എന്താണ്? ടുക്കുവിന്റെ ആഗ്രഹം ഞാൻ നന്നായിട്ട് സൈക്കിൾ ഓടിച്ചു പഠിച്ചിട്ട് അമ്മയെ എല്ലായിടവും കൊണ്ടുപോകണം, അതിലിരുത്തിയിട്ട് ചന്തയ്ക്ക് കൊണ്ടുപോകണം എന്നൊക്കെയാണ്. അമ്മയുടെ ആഗ്രഹം എന്താണ്? ഞാൻ സ്കൂട്ടി ഓടിക്കാൻ നന്നായി പഠിച്ചിട്ട് അവനെ സ്കൂളിൽ കൊണ്ടുവിടണം എന്നൊക്കെ, മകനെ സ്കൂളിൽ കൊണ്ടുവിടണം എന്നാണ് അവരുടെ ആഗ്രഹം. അതാണ് സ്വപ്നമായിട്ട് അവർക്ക് തോന്നിയത് അല്ലേ? അപ്പം കഥ പറഞ്ഞു തന്നത് ഇഷ്ടമായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ വീട്ടിലും ഒക്കെ നടക്കുന്ന കാര്യമാണ്. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധവും സ്നേഹവും കരുതലുമാണ്. മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പല പ്രതിസന്ധികളും ഉണ്ടാകാം. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ വിജയത്തിലെത്താൻ സാധിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റായിട്ട് അഭിപ്രായം അറിയിക്കണം, ഷെയർ ചെയ്യണം. താങ്ക് യു.